നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പത്രോസ്ലീഹ എഴുതിയതായ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ശ്രദ്ധയോടെ നമുക്ക് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഇവിടെ പത്രോസ്ലീഹ വളരെ വ്യക്തമായി എടുത്തു പറയുന്നത് ഓരോ വിശ്വാസിയും ആരാകുന്നു എന്നാണ്. ഒരു വിശ്വാസിയുടെ പദവി എന്താണ്? ഒരു വിശ്വാസി ആരാണ്? ഒരവബോധം ആവശ്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഹൂ ഈസ് എ ട്രൂ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യാനി ആരാണ്? നാം ഓരോരുത്തരും ആരാണ്? ഒരു ക്രിസ്ത്യാനി ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ നിർവചനമാണ്, അതിന് വ്യക്തമായ ഉത്തരമാണ് 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ അവരോട് വിവരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വായിച്ചേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓരോരുത്തരും, ഇന്ന് ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്ത ജാതിയാണ്. എ ചോസൺ റേസ്, തെരഞ്ഞെടുത്ത ജാതി. രണ്ടാമതാരാണ്? രാജകീയ പുരോഹിത വർഗവും. ദൈവമേ, രാജകീയ പുരോഹിത വർഗമാണ്. 3, വിശുദ്ധ വംശവും. വിശുദ്ധ വംശമാണ്. 4, സ്വന്ത ജനവുമാകുന്നു. ഒരിക്കലും മറക്കരുത് എൻ്റെ പദവി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉത്തരവാദിത്വം, ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ലോകത്തിൽ എന്തുമാത്രം ആളുകളുണ്ട്, പക്ഷേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഒരു രാജകീയ പുരോഹിത വർഗമായി എന്നെ അവരോധിച്ചു. വിശുദ്ധ ജനമായി എന്നെ വേർതിരിച്ചു. സ്വന്ത ജനമായി എന്നെ പോറ്റി പുലർത്തി. നമ്മുടെ ധ്യാന വിഷയം അതാണ്. ദൈവത്തിന് ഒന്നാമത്തെ കാര്യം എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, എ ചോസൺ റേസ്. ഇസ്രായേൽ മക്കൾക്കുള്ളതായ പദവിയാണ്, സവിശേഷത ഏതാണ്? നാം ഇന്ന് പുതിയ യെരുശലേമാണ്, നവ യെരുശലേം ദൈവമക്കളാണ്. സവിശേഷത എന്താണ്? തെറ്റുപറ്റില്ലാത്ത ദൈവം തെരഞ്ഞെടുത്ത ജാതിയാണ് നാം ഓരോരുത്തരും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആര് തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് ആരാണ് തെരഞ്ഞെടുത്തത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തു? എപ്പോൾ തെരഞ്ഞെടുത്തു? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ച്. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ മഹത്വം. ആര് തിരഞ്ഞെടുത്തു? ദൈവം തിരഞ്ഞെടുത്തു. എപ്പോൾ തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. ആരെയാ തിരഞ്ഞെടുത്തത്? യോഗ്യത എന്താണ്? നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന യോഗ്യതകൾ വെളിപ്പെടുത്തുന്നതായ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിക്കണം. ആ യോഗ്യത ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും BSc ചേരാൻ ചെല്ലുന്ന വ്യക്തി +2 ഒരു വിഷയത്തിന് തോറ്റുപോയെങ്കിൽ നടക്കില്ല. 1 മാർക്ക് പോലും കുറവാണെങ്കിലും അഡ്മിഷൻ കിട്ടുകയില്ല. പക്ഷെ ഇവിടെ ദൈവം തിരഞ്ഞെടുക്കാൻ ദൈവസന്നിധിയിൽ വിലയേറിയതായി യോഗ്യതയുള്ളതായി കണ്ടത് എന്തെല്ലാമാണ്? വായിച്ച് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ 4 യോഗ്യതകൾ പറയുന്നുണ്ട്. 4 യോഗ്യതകൾ ദൈവം തെരഞ്ഞെടുത്ത ആരെയാണ്? വായിക്കാം. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും. 1 ബലഹീനമായത് തിരഞ്ഞെടുത്തു, 2 കുലഹീനമായത് തിരഞ്ഞെടുത്തു, 3 നികൃഷ്ടമായത് തിരഞ്ഞെടുത്തു, 4 ഏതുമില്ലാത്തത് തിരഞ്ഞെടുത്തു. ആർക്കും വേണ്ടാത്തത്. ദൈവത്തിന് സ്തോത്രം. ഒരു ബലവുമില്ലാത്തത്, തൊട്ടവാടിയാണ്.
എന്തെങ്കിലും ആരെങ്കിലും ഗൗരവത്തോടെ ഒന്ന് നോക്കിയാൽ മതി, ചൂളിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പിന്നീട് കുടുംബയോഗ്യത ഒന്നും നോക്കിയില്ല, കുലഹീനമായത്. ഒരു തറവാടുത്തോ മഹിമയോ ഒന്നും പറയാനായിട്ടില്ല, ഒരു പാരമ്പര്യവും പറയാനായിട്ടില്ല, കുലഹീനമായത്. പിന്നെ ഒരു യോഗ്യത പറഞ്ഞു കിടന്ന നികൃഷ്ടമായത്, വൃത്തികെട്ടവൻ. എന്തെല്ലാം വൃത്തികെട്ട പാപങ്ങൾ ചെയ്ത് അശുദ്ധിയിൽ നടന്നവനാണ്, എന്തെല്ലാം സംസാരിച്ചവനാണ്, ഏതെല്ലാം വിധത്തിൽ ദൈവനാമം ദുഷിക്കുവാൻ തക്കോണം അഴിഞ്ഞാടി നടന്നവനും നടന്നവളുമാണ്. എന്ത് നികൃഷ്ടമായിരിക്കുന്ന ജീവിതമായിരുന്നു നികൃഷ്ടമായത്. പിന്നെ എന്താ, ഒന്നും എടുത്തു പറയാൻ ഏതുമില്ലാത്തത്. ദൈവത്തിന് സ്തോത്രം. ഒരു വിലയുമില്ലാത്തത്. ഭർത്താവിന് വിലയില്ല, ഭാര്യയ്ക്ക് വിലയില്ല, മക്കൾക്ക് വിലയില്ല, കൂട്ടായ്മക്കാർക്ക് വിലയില്ല, ഈ സ്റ്റേജിലൊന്ന് കയറിയിട്ടില്ല, ഇതുവരെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടില്ല, ഒരു ദൈവക്കളുമായിട്ട് നേരിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല, ആർക്കും എന്നെ ഒന്നും അറിയാൻ പാടില്ല. ഞാനൊരു ചൂത്തിയല്ലേ, ഞാൻ ആരാണ്, എന്നെ കണ്ട വല്ലത്തിനും കൊള്ളാവും, എനിക്ക് വല്ല വിദ്യാഭ്യാസമുണ്ടോ, എനിക്ക് കുടുംബമോ എല്ലാം ഉണ്ടോ, എനിക്കൊരു വാക്ക് പറയാൻ അറിയാവും, എനിക്കൊരു വാക്ക് മനപ്പാഠം ഒരു വാക്യം പറയാൻ അറിയാവും, ഒന്നും അറിയാൻ പാടില്ല, ഏതുമില്ലാത്തവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു വിലയും ഇല്ലാത്തവൻ. അങ്ങനെയുള്ളവരുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? തിരഞ്ഞെടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് അതൊക്കെയാണ് കേട്ടോ. ബലഹീനമായതും കുലഹീനമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്തത്. ആരെങ്കിലും മാറി നിൽക്കണോ? അർഹതയുണ്ടെന്ന് തോന്നിയോ ദൈവം മാറ്റി നിർത്തും, അർഹതയുണ്ടെന്ന് തോന്നിയോ മാറ്റി നിർത്തും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുന്നത് ബലഹീനതയിലാണ്. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ദൈവനാമം മാത്രം മഹത്വമാണ്. ഈ നികൃഷ്ടനായ എന്നെ എന്ത് യോഗ്യത കണ്ടിട്ടാണ് ഇവിടെ നിർത്തിയത്? ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം തിരഞ്ഞെടുത്തു, ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു, ഏതുമില്ലാത്തതും യോഗ്യതയില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരിക്കൽ ഡോക്ടർ പാർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു വിശുദ്ധനാണ്, വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു. എനിക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന ആശ്ചര്യകരമായ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് എ ഗ്രേറ്റ് പസിൽ, വൈ ഡിഡ് ജീസസ് ചോസ് മീ? ദൈവത്തിന് സ്തോത്രം. കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് മിയർ ഗ്രേസ്. നന്ദിയോടെ സ്തോത്രം. നിന്നതല്ലാതെ ഒന്നുമില്ല, ഞാൻ കൃപയുടെ പൈതലാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആശ്ചര്യകരമായ ഒരു ചോദ്യം. എന്തുകൊണ്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു? ആ തിരഞ്ഞെടുപ്പിൻ്റെ യോഗ്യതയുടെ പേരാണ് കൃപയെന്ന്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ബോണസ് ഏജായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഗ്രേസ് പീരീഡാണ്. ഇപ്പോഴിവിടെ ഈ വചനവുമായിട്ട് നിൽക്കാൻ കാരണം അതിൻ്റെ പേരാണ് കൃപ. നന്ദിയോടെ സ്തോത്രം. ഇത്രയും ഹാർട്ടിന് രോഗമുള്ളതായ ഒരു വ്യക്തി, 10-22 വർഷമായിട്ട് ഞാൻ കാണുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ എടുക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ മാവേലിക്കര പോയി 1.5 മണിക്കൂർ പ്രസംഗിച്ചു, ഇത്രയും യാത്ര ചെയ്ത്. സാറിൻ്റെ കാര്യമാണെങ്കിൽ പറയണേ, അതാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കുറച്ചു നേരം എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് അവിടെ പോയി പ്രസംഗിച്ചെങ്കിൽ അതിൻ്റെ പേരാണ് നിങ്ങൾ പ്രസംഗിക്കുന്ന കൃപ. എന്നോട് നേരിട്ട ഡോക്ടർ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. കൃപയാണ് ഞങ്ങളിത് നിർത്തിയത്. ഇതുവരെ പോറ്റിയത്, കൂട്ടായ്മ വളർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. വേറെ ആർക്കും മഹത്വം കൊടുക്കുവാനായിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൃപ ഒന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യം എന്താണ്? ആര് തിരഞ്ഞെടുത്തു? ഞാൻ പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തു. എപ്പോൾ തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുൻപ്. ആരെ തിരഞ്ഞെടുത്തു? ഒരു യോഗ്യതയില്ലാത്ത നികൃഷ്ട പാപിയെ. ഇനി ഞാൻ വിശദമായിട്ട് പറയാൻ പോകുന്ന എന്തിന് തിരഞ്ഞെടുത്തു? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം എന്താണ്? വളരെ വ്യക്തമല്ലേ? എന്നെ കോളേജിൽ അധ്യാപകനായിട്ട് തിരഞ്ഞെടുത്ത് എന്തിനാ? ബസ് ഓടിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പരമേൽപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജനത്തിന് വചനം കൊടുത്ത് നടത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് വളരെ വ്യക്തമായ
ഒരു ലക്ഷ്യമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുക്കാത്ത ഒരൊറ്റ വ്യക്തിയും ഇവിടെ ഇരുന്നോ മറ്റെവിടെയെങ്കിലും ഇരുന്നോ കേൾക്കുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ, തെറ്റുപറ്റില്ലാത്ത പൊന്നു തമ്പുരാൻ തിരഞ്ഞെടുത്ത ദൈവമക്കളാണ്. ഇനി നിങ്ങൾ കേൾക്കണം, എന്തിനാ കർത്താവ് ഈ വൃത്തികെട്ട എന്നെ, നികൃഷ്ടനായി എന്നെ തിരഞ്ഞെടുത്തത്? മകനെ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം. എന്തിനായി തിരഞ്ഞെടുത്തു? ഓരോരുത്തർക്കും ഉള്ളത് പൊതുവായിരിക്കുന്ന ഒരു പ്രസംഗമല്ല പറയുന്നു. എന്തിനു ദൈവം എന്നെ തിരഞ്ഞെടുത്തു? ആ ഉത്തരവാദിത്വം, ആ പദവി, ആ കർത്തവ്യം നിറവേറ്റിയില്ല എങ്കിൽ സ്വർഗവാതിൽ അടയും. നിങ്ങൾ അറിയണ്ടേ, എന്താണ് എൻ്റെ പദവി, എന്താണ് എൻ്റെ ഉത്തരവാദിത്വം, എന്തിനാണ് ദൈവം ഈ യോഗ്യതയില്ലാത്ത എന്നെ തിരഞ്ഞെടുത്തത്? ഒന്നാമത്തെ കാര്യം, റോമർ 8:29 വായിച്ച് ശ്രദ്ധ വെച്ച് കേൾക്കണം. റോമർ 8:29 എന്തിനു തെരഞ്ഞെടുത്തു? വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മൂത്ത സഹോദരൻ, മൂത്ത പുത്രൻ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ ഇളയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. മൂത്ത സഹോദരൻ കർത്താവായ യേശു ക്രിസ്തു, നമ്മളെ എല്ലാം ഇളയവർ. വായിച്ചു. ആ ഇളയവരായിട്ട് കുടുംബത്തിൽ സ്വർഗദൈവത്തിന്റെ മകനായി എന്തിനു തെരഞ്ഞെടുത്തു? അടുത്ത വാക്യം വായിച്ചു. എല്ലാവരും കേട്ടെ, അവന്റെ സ്വരൂപത്തോട്, തെരഞ്ഞെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം. അവന്റെ സ്വരൂപത്തോട്, ദൈവത്തിന്റെ ഛായയോട്, ദൈവത്തിന്റെ പ്രകൃതിയോട്, ദൈവത്തിന്റെ സ്വഭാവത്തോട് അലിഞ്ഞു ചേർന്ന സ്വഭാവമുള്ള മക്കളായി തീരുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ടു ബി കൺഫോംഡ് ടു ദി ലൈക്ക്നെസ് ഓഫ് ഹിസ് സൺ. ദൈവമക്കളെ, ഒന്ന് ഭയത്തോടെ കേൾക്കണം. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്. ഫിലിപ്പിയർ 2:5, 1 കൊരിന്ത്യർ 2:16. എനിക്ക് ഇഷ്ടമുള്ള 2 പദപ്രയോഗം അവിടെയുണ്ട്. ഫിലിപ്പിയർ 2:5. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും കേട്ടോ, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ളതായ ദൈവം എന്തിനു തെരഞ്ഞെടുത്തു? എൻ്റെ മനോഭാവം ക്രിസ്തുവിന്റെ അതേ മനോഭാവമായിരിക്കണം. കൊരിന്ത്യർക്ക് നമ്മൾ പറയും, യു ആർ ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. പ്രാഗൽഭ്യത്തോടെ പറയാവോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വസ്ത്രധാരണമൊന്നും കണ്ടിട്ടല്ല, കയ്യിൽ വേദപുസ്തകം ഇരിക്കുന്നത് കണ്ടിട്ടല്ല. ഹല്ലേലൂയ. യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ ഔട്ട്ലുക്ക്, യുവർ വെരി മൈൻഡ്. വചന ശുശ്രൂഷയുടെ പിന്നിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ വചനം പറയുന്നത് ഞങ്ങളെ കണ്ട് നിങ്ങൾ കൈകൂപ്പി ബഹുമാനത്തോടെ ആദരിക്കണമെന്നൊന്നുമല്ല. കാൽവറിയിൽ നിനക്ക് വേണ്ടി രക്തമൂറ്റി തന്ന് കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഛായയും പ്രകൃതിയും അതേ മനോഭാവമുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വാർത്തെടുക്കണം എന്നുള്ളതല്ലാതെ ഈ ചങ്ക് നിങ്ങൾ കീറി നോക്കാൻ പറ്റി യാതൊരു സ്ഥാപി താല്പര്യമില്ല. 1% മാനവും മഹത്വവും അടിയങ്ങൾക്ക് തരണ്ട. അടിയങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഞങ്ങളെ ആക്കിയവന് മഹത്വം കൊടുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളല്ല നിങ്ങളെ ആക്കിയത്, അവന്റെ കൃപയാൽ. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് നടന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാവരും വ്യക്തമായി കേൾക്കണം. സ്വർഗരാജ്യത്തിൽ കടന്നു ചെല്ലാനിരിക്കുന്ന യോഗ്യത, നിങ്ങൾ ഏതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി രാജ്യങ്ങൾ ഓടി നടന്നു, എന്തുമാത്രം പ്രസംഗിച്ചു, ദൈവത്തിന് സ്തോത്രം, എന്തുമാത്രം വേദവാക്യങ്ങൾ മനഃപ്പാഠം പഠിച്ചു, എന്തുമാത്രം പാട്ടുപാടി, എന്തുമാത്രം സാക്ഷ്യം പറഞ്ഞു, ഇതൊന്നുമല്ല. ഒരൊറ്റ യോഗ്യത മാത്രം, യേശുവിൻ്റെ സ്വഭാവം. എല്ലാവരും കേട്ടോ? യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നവർക്ക് സ്വർഗം. ഞാൻ പറയും, ഞെട്ടണം. ഇന്ന് വാശിയും വഴക്കും വൈരാഗ്യവും കയ്പും പകയും വിദ്വേഷവും അഹങ്കാരവും പൊങ്ങച്ചവും എല്ലാമായിട്ട് നടന്നിട്ട് സ്വർഗവാതിൽ തുറക്കും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? യേശുവിൻ്റെ അതേ പ്രകൃതി പ്രാപിച്ചേ മതിയാകുള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പ പറയും, മുട്ടു പൊട്ടട്ടെ, പാവപ്പെട്ട അടിയനും ഈ കാൽവറിയിൽ രക്തമാർന്നൊലിക്കുന്നതായ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് കമിണ് വീണ് കിടക്കുന്നത് ഒറ്റ കാര്യം മാത്രം, പ്രസംഗത്തിന്റെ പോയിന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. കർത്താവേ, നിന്റെ രക്തത്താൽ കഴുകി കാൽവറിൽ കത്തിയതായ സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് എന്നെ കത്തിച്ച് ഈ പച്ചമുട്ടിയെ ഒന്ന് തീ പിടിപ്പിക്കണം. ഇത് കരിക്കട്ടയാണ്, ഇത് തീക്കട്ടയാണ്. ഈ കരിക്കട്ട തീക്കട്ടയോട് ചേർന്നിരുന്ന് കുറെ നേരം കഴിയുമ്പോഴേക്കും തീ ഇതിനകത്തേക്ക് പടരും. പിന്നെ എന്തായി? ഇത് തീക്കട്ടയായി. രണ്ടും ഒരുപോലെ, അതേ ഛായ.
മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവായി യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. എല്ലാവരും ഒന്ന് കേട്ട ദൈവമക്കളെ, കൊതിയായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഓരോ ദൈവമക്കളും ആരാണ്? നിങ്ങളെ കാണുമ്പോൾ പറയണം, യേശുവിനെ പോലെ ഇരിക്കണമല്ലോ, യേശുവിൻ്റെ സ്വഭാവമാണല്ലോ, യേശുവിൻ്റെ ഛായയാണല്ലോ, എന്തെല്ലാം പറഞ്ഞാൽ യേശുവിനെ പോലെ ക്ഷമിക്കുകയാണല്ലോ. മനസ്സുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് ഒരു കാര്യം മറക്കരുത്, സ്വർഗവാതിൽ തുറക്കണമോ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ടു ബി കൺഫോംഡ് ടു ദി ലൈക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിയാണ്. രണ്ടാമത്തെ കാര്യം എഫേസർ 1:4 വായിച്ച്. എഫേസർ 1-ാമത്തെ വാക്യം, എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്നാണ് നാം വായിക്കുന്നത്. വായിച്ചു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. ഞെട്ടലോടെ ഒന്ന് കേട്ട നിങ്ങൾ, ഞാൻ വീണ്ടും ഞെട്ടലോടെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു നടുക്ക നിങ്ങൾക്ക് വരണം. കർത്താവിനെ തെരഞ്ഞെടുത്തു, വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ദൈവസന്നിധിയിൽ, ബിഫോർ ദി ഐസ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ എന്നെ തിരഞ്ഞെടുത്തു, നിങ്ങളെ തിരഞ്ഞെടുത്തു. ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ്, എ സ്പോട്ട്ലെസ് ലൈഫ്. അത് പറയുമ്പോൾ തന്നെ എന്ത് സുഖമുണ്ട്. വിത്തൗട്ട് എനി ബ്ലെമിസസ്, കറയുടെയും കളങ്കത്തിൻ്റെയും അശുദ്ധിയുടെയും ഒരു പൊട്ടുപോലുമില്ലാത്ത വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയായി കാൽവറി തറവാട്ടിലെ മക്കൾ വളർന്നു വരണം. അതിനെന്താ തടസ്സം? ആരെങ്കിലും വീണോ? ആരെങ്കിലും പോയോ? ആരെങ്കിലും വിമർശിച്ചോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടെ പറയുന്നു. എന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്. ഈ കാലങ്ങൾ വളരെ വ്യക്തമാണ്. യേശുവേ, നീ ഒരു തികഞ്ഞ യാഥാർത്ഥ്യമാണ്. നിന്റെ കാൽവറിയിലെ ആ യാഗം ഒരു തികഞ്ഞ സത്യമാണ്. എനിക്ക് വേറെ ഒരു മനുഷ്യനെയും ബോധിപ്പിക്കാനില്ല. എൻ്റെ അന്തരംഗം അറിയുന്ന കർത്താവിൻ്റെ കൺമുമ്പിൽ എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം. ആയിട്ടല്ല, ആക്കാൻ കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തങ്കച്ചോരി കഴുകാൻ സാധ്യമല്ലാത്ത ഏതെങ്കിലും ഒരു പാവമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, പ്യൂരിറ്റി ഈസ്, ഹല്ലേലൂയ, ഡിയറർ ദാൻ എനിത്തിങ് ഇൻ മൈ ലൈഫ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആൺകുട്ടികളും പെൺകുട്ടികളും മാതാക്കന്മാരൊക്കെ ഒന്ന് കേട്ടേ. ഏതെല്ലാം കാര്യങ്ങൾ സംസാരത്തിലാണോ തികഞ്ഞ ദൈവീകമായിരിക്കുന്ന വാക്കുകൾ, ദൈവം സന്തോഷിക്കുന്ന വാക്കുകൾ, ആണും പെണ്ണും തമ്മിലായിരിക്കുന്ന ബന്ധത്തിലാണ്, കുടുംബ ജീവിതത്തിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സ്നേഹത്തിൻ്റെ പരിശുദ്ധി. അമ്മായിയമ്മയെ പെറ്റതള്ളയെ പോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മരുമക്കളുള്ള കൂട്ടായ്മയെ വളർന്നേ മതിയാവുകയുള്ളൂ. അല്ലാത്തവർ ഓടി വന്നിട്ട് എന്താ കാര്യം? മരുമക്കളെ പെറ്റ കുഞ്ഞുങ്ങളെ പോലെ കരുതാൻ ബോധ്യമുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം അമ്മമാരാണ് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടത്. ആളെ കൂട്ടാനല്ല ഇത്, കാശി പിരിക്കാനല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിശുദ്ധരും നിഷ്കളങ്കരുമായ യേശുക്രിസ്തുവിൻ്റെ മണമുള്ളതായ, നിങ്ങൾ ആരെങ്കിലും അടുക്കൽ ചെന്നു സംസാരിച്ചു പോയി, യേശുക്രിസ്തുവിൻ്റെ ഒരു മണം അദ്ദേഹത്തിനുണ്ടല്ലോ, യേശുക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യബോധം ഞങ്ങൾക്ക് കിട്ടിയല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമാണ്. പൊത്തിഫേറിന്റെ ഭവനത്തിൽ യോസേഫ് നിന്നതുപോലെ. ഹല്ലേലൂയ. ആമോസിന്റെ പുസ്തകം ഒന്ന് വായിച്ച് 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആമോസ് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ച്. 3:2. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച്, ഭൂമിയിൽ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്രമാത്രം നിർമ്മലമായ സത്യസുവിശേഷം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഛായ പ്രാപിക്കുന്ന, യേശുക്രിസ്തുവിന്റെ മണമുള്ള, യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്കത നിറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ വാർത്തെടുക്കാൻ മാത്രം ഏകാഗ്രതയോടെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയമായ രംഗം നിങ്ങൾ 100 വട്ടം വിശ്വസിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം അതിനു വേണ്ടി മാത്രം വേർതിരിച്ചതാണ്. ഈ ചങ്കന്റെ കർത്താവിനുമായി ഇരിക്കാൻ വേണ്ടി മാത്രം വേർതിരിച്ചതാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, കളങ്കം പറ്റാത്ത ഒരാളത്വത്തിന്റെ ഉടമ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിനെന്നുള്ള കൽപ്പന അനുസരിക്കുന്നവർ. പുറമേയുള്ള വിശുദ്ധിയും വെണ്മ വസ്ത്രം ധരിച്ചവരൊന്നുമല്ല. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും.
ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ? ഇനി ഒരു വാക്ക് പറഞ്ഞ ആ ഭാഗം വിടട്ടെ. ദൈവത്തിന് സ്തോത്രം. കറവല്ലം പറ്റിയോ? ഞാൻ വേഗം നിങ്ങളോട് പറയട്ടെ, തങ്കച്ചോര വാർന്നെടുക്കുന്ന കുരിശിൻചുവട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ. എല്ലാവരും കുഞ്ഞാടിൻ്റെ ശുദ്ധീകരിക്കുന്ന തങ്കച്ചോര ഗുണകരമായി ഒഴുകി വരുന്ന ഈ കുരിശിൻചുവട്ടിലേക്കൊന്ന് വന്നേ. ഇന്ന് കഴികൾ പ്രാപിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. കറ പറ്റി കർത്താവി, അശുദ്ധി പറ്റി കർത്താവി. ഹാലലൂയ, ഹാലലൂയ. ഒത്തിരി ഒത്തിരി ചീത്ത ജീവിതത്തിൽ കടന്നുകൂടി കർത്താവി. എന്നാൽ യേശുവിൻ്റെ തങ്കച്ചോരയ്ക്ക് കഴുകുവാനും മോചിക്കുവാനും സാധ്യമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ലല്ലോ. വന്നോ ദൈവമക്കളെ, ഹാലലൂയ. ആ രക്തം സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഹാലലൂയ, ഹാലലൂയ. സ്വർഗ്ഗം നോക്കിയാണ്. ഇത് വീണ്ടെടുപ്പിന്റെ സമയമാണ്, ഇത് ശുദ്ധീകരണത്തിന്റെ സമയമാണ്, ഇത് കഴുകുന്ന സമയമാണ്. ഹാലലൂയ. തീ പിടിപ്പിക്കുന്ന സമയമാണ്, ബന്ധനക്കെട്ടുകൾ പൊട്ടുന്ന സമയമാണ്. ഓ, രക്തത്താൽ ഹാലലൂയ ജീവിത വസ്ത്രം കഴുകി കിട്ടുന്ന സമയമാണ്. ജീവന്റെ പുസ്തകം തുറന്നിരിക്കുന്ന സമയമാണ്. അനേകരുടെ പേരുകൾ എഴുതി കൂട്ടുന്ന സമയമാണ്. ഹാലലൂയ. വീണ്ടും ജനനത്തിന്റെ സമയമാണ്. ഹാലലൂയ, 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 ഹാലലൂയ. തീ പിടിക്കുന്ന സമയമാണ്. ഹാലലൂയ. ആരെല്ലാം പാപത്തോട് യാത്ര പറഞ്ഞ് കഴുകൽ പ്രാപിക്കുന്നുണ്ട്? ഒന്ന്, അവൻ്റെ സ്വരൂപത്തെ അനുരൂപരാകുവാൻ തിരഞ്ഞെടുത്തു. രണ്ട്, വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ തിരഞ്ഞെടുത്തു. 1 പത്രോസ് 2:9 വായിച്ച്. മൂന്നാമത്തെ കാര്യം എന്താണ്? എന്തിനു തിരഞ്ഞെടുത്തു? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു. എല്ലാവരും കേട്ടോ? അത് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ കാലുകൾ ഓടണം ആത്മാക്കളെ നേടാൻ. ടു ഡിക്ലെയർ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ടു പ്രൊക്ലെയിം ദി മൈറ്റി ആക്ട് ഓഫ് ഗോഡ്. അതാണ് റിവേഴ്സൽ സ്റ്റാൻഡേർഡ് വേർഷൻ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എന്നുള്ളതിന് ടു പ്രൊക്ലെയിം ദി മൈറ്റി ആക്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അത്ഭുത വീര്യപ്രവൃത്തി. അതെന്താ? അതാണ് കാൽവറിയിൽ കാണുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക്, നരകക്കുഴിയിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിലേക്ക്, ദൈവത്തിന് തകർന്ന കുടുംബജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്ന എന്തിനാണ്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദി മൈറ്റി ആക്ട് ഓഫ് ഗോഡ്. കാൽവറിയിലെ പരമയാഗത്തെ ഉയർത്തുന്ന സുവിശേഷത്തിന് ദൂതുമായി ഓടണം. സമ്മതമാണോ നിങ്ങൾക്ക്? സമ്മതമാണോ? കർത്താവേ, ഇന്നെൻ്റെ കാലുകൾ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലായിട്ട് മാറും. അവയവങ്ങൾ കഴുകി മേടിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയുടെ ദൈവശൈകമായിട്ട് ഓടാം. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്. കേട്ടിട്ടില്ലേ നിങ്ങൾ പലവട്ടം? ചവക്കുഴിക്കപ്പുറം ഒന്ന് നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷത്തിൽ പറയും, നിങ്ങൾ ഫലം കാക്കേണ്ടതിന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദ ഫ്രൂട്ട് ഓഫ് വൺ ക്രിസ്ത്യൻ ഈസ് അനദർ ക്രിസ്ത്യൻ. ദൈവനാമം മഹത്വപ്പെട്ട്. നിങ്ങൾ എന്ത് പറയുന്നു? അനേകരെ ക്രൂശിൻ ചുവട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാമോ? വേറെ ഒന്നും ഘോഷിക്കാനല്ല പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഉയർത്താൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ധന്യനായിരിക്കുന്ന പൗലോസ് വ്യക്തം പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ, അടുത്ത വാക്ക് പറഞ്ഞ്, മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ഇന്ന് ആ നിർണയം അനേകർക്കും ഇല്ല. പലതിലേക്ക് പരുതി പോവുകയല്ല. ദൈവത്തിന് സ്തോത്രം. കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം മാത്രം. ദൈവത്തിന് സ്തോത്രം. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന വ്യക്തി 92-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അടുക്കൽ വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നെ അറിയുമോ? ഭാര്യ ചോദിക്കുന്നുണ്ട്, മക്കൾ ചോദിക്കുന്നുണ്ട്, ഓർമ്മയില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഐ റിമെമ്പർ ഓൺലി 2 things. എല്ലാവരും കേട്ടെ, ഐ റിമെമ്പർ ഓൺലി 2. ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. ബാക്കിയെല്ലാം മറന്നുപോയി. ഭാര്യയുടെ പേരും മറന്നുപോയി, മക്കളുടെ പേരും മറന്നുപോയി, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല. ഐ റിമെമ്പർ ഓൺലി 2 things. പപ്പ, അതെന്താ? ഏതാ 2 കാര്യങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്ന്, കാൽവറിയിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ജീസസ് ഈസ് എ ഗ്രേറ്റ് സേവിയർ. 2, ഐ ആം എ ഗ്രേറ്റ് സിന്നർ.
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പാവികളും എല്ലാം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊള്ളില്ലാത്തവരും എല്ലാം വന്നിട്ടുണ്ടോ? നികൃഷ്ടരായിരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? യോഗ്യതയില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ? തെറ്റുപറ്റിയവരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ കൃപ തോന്നിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് മേടിക്കാമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് മേടിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോയിൻമെൻറ്റിൽ 3 ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. 3 ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 1, നിങ്ങൾ എൻ്റെ പ്രതിമയായി മാറണം, എൻ്റെ സ്വഭാവമുള്ള മക്കളായി മാറണം. ഹല്ലേലൂയ. 2, നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി രൂപാന്തരപ്പെടണം. 3, വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിങ്ങൾ കാൽവറിയിലെ സുവിശേഷ സന്ദേശവാഹകരായി ഓടണം. കർത്താവേ, ആ കൃപ ഞങ്ങൾക്ക് തരണമേ. നിന്റെ കരം ഞങ്ങളുടെ തലമേൽ വെക്കണമേ. ഞങ്ങൾ നിന്റെ സാക്ഷികളായി ഓടിക്കണമേ. ഞങ്ങളുടെ ജീവിതം സാക്ഷ്യത്തിൻ്റെ ശബ്ദം പേർന്നായിരിക്കണമേ. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.